എക്സാമ്പിൾസ് ഓഫ് DFA ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. കൺസ്ട്രക്ട് എ മിനിമൽ DFA which accepts set of all strings over A comma B where each strings start with a and A. Okay, this is the question. Here sigma is ഏതാണ് ആൽഫബറ്റ് A, B. ലാംഗ്വേജ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ്, ഈച്ച് സ്ട്രിങ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ A. A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്സ് ആണ് നമ്മുടെ ലാംഗ്വേജ്. ഓക്കെ, അത് ഏതൊക്കെയാണ്? A. ഓക്കെ, then A, A, B, A, B, A, B, etc. First question is, it is finite or infinite? Definitely, this is also infinite language. Okay. ഇനി ഇതില് സ്മോളസ്റ്റ് ലെങ്ത് ഉള്ള സ്ട്രിങ് ഏതാ നോക്കും. ഫസ്റ്റ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്മോളസ്റ്റ് ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ നമ്മൾ ഈ ഒരു ലാംഗ്വേജിൽ നിന്ന് സെലക്ട് ചെയ്യും. ഹിയർ A is the smallest string. ഓക്കെ, അതിന്റെ ലെങ്ത് എത്രയാണ്? 1. ഇതിന്റെ ലെങ്ത് 2. ഓക്കെ, ദെൻ ഇതിനു വേണ്ടി നമ്മളൊരു സ്കെൽട്ടൺ ഡ്രോ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ആദ്യം ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് A എന്ന് പറയുന്ന ഒരു സിമ്പിൾ റീഡ് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ഗോ ടു ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, ഈ ഒരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ദി സ്മോളസ്റ്റ് ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ആണത്. ഇനി ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റി ആണോ? ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റി ആണോ? അല്ല. കാരണം എന്താണ്? ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ബിയുടെ ട്രാൻസിഷൻ വേണം, ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് എയുടെയും ബിയുടെയും ട്രാൻസിഷൻസ് വേണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് എ ആണ്. അപ്പൊ എ വെച്ചേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് ചെയ്യാം? ഒരു ഡെഡ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുക, സി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ബിക്ക് ശേഷം എന്ത് സ്ട്രിങ്സ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല, കാരണം ദിസ് ഈസ് നോട്ട് എ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതിന്ന് നമുക്ക് മോർ ദാൻ എ ആൻഡ് മോർ ദാൻ ബി കോമ്പിനേഷൻസ് കൊടുക്കാം. ഓക്കെ, ട്രാൻസിഷൻസ് കൊടുക്കാം. ഇനി ഇപ്പം ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റി ആയോ? ഇല്ല. അപ്പം നമുക്ക് ഇതിനും കൂടെ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. എയുടെ ട്രാൻസിഷനും കൊടുക്കണം, അതേപോലെ ബിയുടെ ട്രാൻസിഷനും കൊടുക്കണം. അപ്പം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്ക് ശേഷം മോർ ദാൻ എസ് വന്നു കഴിഞ്ഞാലും മോർ ദാൻ ബി വന്നു കഴിഞ്ഞാലും ഇനി ഒരു എ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഓട്ടോമേറ്റ ഈ ഒരു സ്ട്രിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ മോർ ദാൻ എന്ത് കൊടുക്കാം? എ കൊടുക്കാം, അതേപോലെ ബി കൊടുക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ സ്ട്രിങ് എ ബി എ ആണെന്ന് വിചാരിക്കുക. ആദ്യം ടൈപ്പ് ചെയ്ത് റീഡ് ചെയ്യും, ഈ ഒരു സിമ്പിളിനെ റീഡ് ചെയ്യും. ഓക്കെ, അപ്പം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇതിലേക്ക് വന്നു, ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വന്നു. ഇനി ഈ ഒരു സിമ്പിളിനെ റീഡ് ചെയ്യും, അപ്പം ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ബി, ഓക്കെ, ബി എന്ന് പറയുന്ന ട്രാൻസിഷൻ നടത്തി. ഇനി അടുത്ത എനെ റീഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബി സ്റ്റേറ്റിലാണുള്ളത്, ബിന്ന് എ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ദിസ് സ്ട്രിങ് ഈസ് ആക്സെപ്റ്റഡ്. നമുക്ക് ബി എ എന്ന് പറയുന്ന സ്ട്രിങ് കൊടുക്കാം.
ബി എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റാർട്ടിങ്ങിൽ ബി വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് നോട്ട് ഇൻ അവർ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ബി വന്നു കഴിഞ്ഞാൽ നേരെ ഏത് സ്റ്റേറ്റിലേക്കാണ് വരിക? സി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് വരിക. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്? എ വന്നു കഴിഞ്ഞാലും സിയിൽ തന്നെ വരും. ഓക്കെ, ദിസ് ഈസ് ദി ട്രാപ്പ് ഓർ ഡെഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യും. ഇതിലേക്ക് വരുന്ന സ്ട്രിങ്സിനെ മാത്രം ഈ ഒരു ഓട്ടോമാറ്റ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് all strings over the alphabet A, B where each string contains A. എല്ലാ സ്ട്രിങ്സിലും എ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ലാംഗ്വേജ്. സോ ഹിയർ സിഗ്മ ഇസ് ഈക്വൽ ടു എ കോമ ബി. ദെൻ എൽ ഇസ് ഈക്വൽ ടു എന്തൊക്കെ വരും? എ ഉണ്ടാവണം. സോ എ ബി, ബി എ ബി, എ ദെൻ എ ബി ബി എ ബി ബി എ എക്സെട്ര. ഓക്കെ, ദിസ് ഈസ് അവർ ലാംഗ്വേജ്. ദിസ് ഈസ് ഓൾസോ ഇൻഫൈനൈറ്റ് ലാംഗ്വേജ്. ഓക്കെ, ഇതിൽ സ്മോളസ്റ്റ് ലെങ്ത് ഉള്ള സ്ട്രിങ് ഏതാണ്? ദാറ്റ് ഈസ് എ. ദെൻ ഇനിഷ്യൽ സ്റ്റേറ്റ്, ദെൻ എ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്തു, ബിയിൽ വന്നു, ലെങ്ത് 1, അതുകൊണ്ട് ഇവിടെ വെച്ച് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണോ? അല്ല. കാരണം എന്താണ്? ബി ട്രാൻസിഷൻ ഇല്ല, ഇവിടെ എയുടെയും ബിയുടെയും ട്രാൻസിഷൻ ഇല്ല. അപ്പം എക്ക് ശേഷം എ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിലുള്ളതാണ്. ഇനി എ കഴിഞ്ഞ് ബി വന്നാലും കുഴപ്പമില്ല, എ വന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാൽ മതി? ഈ ഒരു സ്ട്രിങ്സിൽ, ഇവിടെയുള്ള സ്ട്രിങ്ങിൽ എ എന്ന് പറയുന്ന ലെറ്റർ ഇൻക്ലൂഡ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഹിയർ എ വന്നു, ദെൻ എ കോമ ബി വന്നു കഴിഞ്ഞാൽ ആ സ്ട്രിങ് ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, നോക്കാം. ഇവിടെ എ ബി ബി എ ഈ ഒരു സ്ട്രിങ് എടുത്ത് നോക്കാം. ആദ്യം ഏത് വന്നു? എ, ദെൻ ബി സ്റ്റേറ്റിലേക്ക് പോയി, ദെൻ ഏത് വന്നു? ബി, വീണ്ടും ബി വന്നു, വീണ്ടും എ, വിച്ച് ഈസ് ആക്സെപ്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് ഏത് സ്ട്രിങ് എടുത്ത് നോക്കാം? ഈ ഒരു സ്ട്രിങ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി എന്തുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല? ഇനിഷ്യലി ബി എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ ബി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബി എന്ന് പറയുന്ന സ്ട്രിങ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ബിന്റെ കൂടെ ഒന്നുകിൽ എ ബി വേണം, അല്ലെങ്കിൽ ബി എ വേണം, അല്ലെങ്കിൽ എ ബി വരണം. ഓക്കെ, എ അത് ആ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കാം? നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലേ? ബി എ അല്ലെങ്കിൽ ബി എ. ഇപ്പൊ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, മോർ ദാൻ ബി ഫോളോഡ് ബൈ എ, ഫോളോഡ് ബൈ മോർ ദാൻ എ കോമ ബി. ഹിയർ നോ ഡെഡ് സ്റ്റേറ്റ്. കാരണം ഇവിടെ എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എയുടെ ട്രാൻസിഷനും ഉണ്ട്, ബിയുടെ ട്രാൻസിഷനും ഉണ്ട്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലും എയുടെ ട്രാൻസിഷനും ഉണ്ട്, ബിയുടെ ട്രാൻസിഷനും ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി DFA ഫോർ ദി ലാംഗ്വേജ്. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് കണ്ടെയ്ൻസ് എ. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ 0,1 which starts with 0, 1. Here sigma is equal to എന്ത് വരും? 0,1. Then language എന്താണ്? 0, 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സും. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തത് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്ങും. ഇവിടെ 0, 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സും. അപ്പൊ ഏത് വരും? ഫസ്റ്റ് 0,
1. Okay, then 0 1 0, 0 1 1, 0 1 0 1, etc. കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ, 0 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന സ്ട്രിങ് ഏതാണ്? 0 1. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു സ്കെൽട്ടൺ ഡ്രോ ചെയ്യണം. സോ ദിസ് ഈസ് എ, ദെൻ ഏത് വരും? 0. 0 വന്നു കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ 1 വന്നു, ആക്സെപ്റ്റ്. 0 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ DFA. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഇവിടുന്ന് ഏത് സ്റ്റാർട്ട് ചെയ്യണം? 1 വെച്ച് ഇവിടെ ഒരു 1 എന്ന് പറയുന്ന സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 എന്ന് പറയുന്ന ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 0 1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 0ന്റെ മുന്നേ ഒരു ആൽഫബറ്റും വരാൻ പാടില്ല. അപ്പം പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊടുക്കാം. 1 വന്നു കഴിഞ്ഞാൽ D എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റേറ്റ് നോക്കുക. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ആൽഫബറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഇനി ഏതും കൂടെ പോകണം? 0 പോകണം. ഇവിടെ കൊടുക്കാൻ പറ്റുമോ? 0 നോക്കാം. 0 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സ്ട്രിങ് എഴുതാൻ പറ്റും. 0 0 1 എഴുതാൻ പറ്റും. പക്ഷെ നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 0 1 ആണ്. ഇനിഷ്യലി 0 1 വരണം. അപ്പോൾ ഇവിടെ ലൂപ്പായിട്ട് എന്ത് കൊടുക്കാൻ പറ്റില്ല? 0 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങോട്ടേക്കും കൊടുക്കാൻ പറ്റില്ല. 0 0 വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി, ഈ ഒരു സ്റ്റേറ്റും കംപ്ലീറ്റ് ആയി. ഈ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 0 1ന്റെ ശേഷം 0 വന്നാലും പ്രശ്നമില്ല, 1 വന്നാലും പ്രശ്നമില്ല, 0 1 0 1 0 1 എങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ലൂപ്പ് കൊടുക്കാം. 0 1. ഓക്കെ, മോർ ദാൻ 0 ആൻഡ് മോർ ദാൻ 1. ഇനി ഈ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി. ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 0 1 നോക്കാം. ഓക്കെ, 1ന് ശേഷം 0 1 വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇത് ഡെഡ് സ്റ്റേറ്റ് ആണ്. ലൂപ്പ് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആക്സെപ്റ്റ് ആവുന്നില്ല. ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?